കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചോറിന് കൂട്ടാൻ ഉണ്ണിപ്പിണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാട് ഉമ്മ തൊഴിലുറപ്പിന് പോവും. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഉണ്ണിപ്പിണ്ടി കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കുറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലതല്ലേ ഉണ്ണിപ്പിണ്ടി, വയറിനും കൊളസ്ട്രോളിനൊക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ വെച്ച് ഉപ്പേരി വെച്ച് കഴിച്ചോളാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇത് ഉപ്പിലിടാന്നൊക്കെ എൻ്റെ കുഞ്ഞുമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും പരീക്ഷിച്ചിട്ടില്ല ഇതുവരെയിട്ട്. അതൊന്ന് നോക്കി നോക്കണം. അങ്ങനെ ഇന്ന് നേരം വൈകിട്ടാട്ടോ ഞാൻ നീച്ചത്. എന്താ വെച്ചിങ്ങനെ വൈകുന്നേരം ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കാരണം പൈസയ്ക്ക് നല്ല ചുമ എന്ന് പറയാല്ല. അങ്ങനെ കിടന്ന് ചെക്കൻ ചുമക്കിന്. വേറെ ഒന്നല്ല, അവന് തണുത്ത സോഡ കുടിച്ച് തൊണ്ടയിൽ പഴുപ്പായി. ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടാ, വീട്ടുകാർ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു തൊണ്ടയിൽ പഴുപ്പാണെന്ന്, തണുത്തത് കഴിച്ചിട്ടേ. അപ്പോൾ കുട്ടികൾക്കൊന്നും നിങ്ങളൊന്നും തണുത്തതൊന്നും കൊടുക്കണ്ട. ഇവന് പറ്റില്ല. ഇവൻ ഞാൻ അറിയാണ്ട് ഇവൻ്റെ കയ്യിൽ ചില്ലറ പൈസ ഉണ്ട്. ചില്ലറ പൈസ കൊടുക്കേണ്ട ആരുമില്ല, അവൻ്റെ ഉപ്പച്ചി തന്നെയാണ്. എന്നിട്ട് ഇവർ പോയി സോഡ മേടിക്കുക, ചെറുനാരങ്ങ പിഴിയുക, ഇത്തിരി ഉപ്പിട്ടിട്ട് 3 ആൾ ഇരുന്ന് സ്ട്രോ ഉണ്ട് ഇവിടെ, സ്ട്രോയിൽ ഇങ്ങനെ കുടിക്കുക. ഇതാണ് ഇവർക്ക് 3 ആൾക്കും പണി. അതന്നെ നല്ല പണി കിട്ടിയിരുന്നു. നല്ല തൊണ്ടവേദന, നല്ല പനി നല്ല പൊള്ളണ പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ ചുമ കേട്ടിട്ട് ഞാൻ ഇരുന്ന കരയുന്നു. സഹിക്കണില്ലേ ചുമയ്ക്കുമ്പോൾ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ എന്താ അവൻ്റെ കോലം കണ്ടാൽ മതി. അങ്ങനെ ഉണ്ടാവാൻ ഒന്ന് നന്നായി വന്നതായിരുന്നു. അപ്പോൾ അവന് ഒന്നും വയ്യാണ്ടായി. അപ്പോൾ സ്രാവ് വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തട്ടിക്കൂട്ടൽ പോലെ ഒരു കൂട്ടാനും ഇത്തിരി പുളിവെള്ളവും സ്രാവ് പൊടിച്ചതൊക്കെയാണ്. അപ്പോൾ ഉപ്പേരി വയ്ക്കുക, ഉപ്പേരി തുമിക്കുക. ഒന്നും കഴിക്കില്ല കേട്ടോ. സാധനം കഴിക്കണില്ല. വായ കഴിച്ചിട്ട് ഒന്ന് ഭേദം വെച്ച് വരുമായിരുന്നു. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വന്നു. അങ്ങനെ ഉപ്പേരി ആയി തുടങ്ങി. അത് കഴിഞ്ഞാൽ ഒരു പുളിവെള്ളം ഉണ്ടാക്കണം. പുളിവെള്ളം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ഉമ്മ സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും എൻ്റെ അനിയത്തിക്കൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അതും പിന്നെ കോഴിമുട്ട വറുത്തത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ പുളിവെള്ളം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പോൾ ഞാൻ പൊരിക്കാനുള്ള സ്രാവ് ഞാനിപ്പോൾ മുളകും പൊടി ഇട്ടിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഉണ്ടാക്കാം. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് കടുക് പൊട്ടിക്കുക, പിന്നെ ലേശം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പൈസ നല്ല ചുമ കേട്ടില്ല നിങ്ങൾ, നല്ല ചുമയ്ക്കുന്നു. കുറവുണ്ട് കേട്ടോ, എന്നലത്തിനായിട്ട് നല്ല കുറവുണ്ട്. ഗുളിക കഴിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി പുളി പിഴിഞ്ഞത് വെച്ച് കൊടുത്ത്, പുളി നല്ലോണം പിഴിഞ്ഞ് വയ്ക്കുക. അത് കഴിഞ്ഞാൽ ഇത്തിരി മുളകും പൊടി, പിന്നെ മല്ലിപ്പൊടി ഇടണം. അത് മുളകും പൊടി എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളി. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ മല്ലിയുടെ ഒരു കുത്തുണ്ടാവും, അത് കൊട്ടെ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി കായപ്പൊടിയാണ്. നിങ്ങളിതിങ്ങനെ മറ്റേ കട്ടല്ലേ, അതൊന്ന് പൊട്ടിച്ചിട്ട് ലേശം ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ കായത്തിൻ്റെ ലേശം ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ച് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ചോറ് കഴിക്കാൻ, ചോറ് കഴിക്കാൻ പറ്റും. കോഴിമുട്ട പൊരിച്ചതുണ്ടെങ്കിൽ സൂപ്പറാണ്. അല്ലെങ്കിൽ ഉണക്കമീനായാലും അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ സെറ്റ്. ഇന്നത്തെ ചോറിന് കൂട്ടാൻ ഇതൊക്കെയാണ്: ഉണ്ണിപ്പിണ്ടി, മുതിരി ഉപ്പേരി, പുളിവെള്ളവും സ്രാവ് പൊരിച്ചതും. പിന്നെ അവന് ചോറ് കൊടുക്കേണ്ട കാര്യമല്ലേക്കാൻ വയ്യാത്തത്. ദേഷ്യം വരും, ഒന്നും തിന്നില്ല, വായ അങ്ങോട്ട് പൊളിക്കുകയില്ല. കണ്ടില്ലേ, ചുരുണ്ട് കൂടി കിടക്കുക. ഇക്ക ചോറ് കഴിക്കുന്നുണ്ട്. ഇക്കാക്ക് ഇഷ്ടമായിട്ടാണ് കൂട്ടാനും ഉപ്പേരിയൊക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവൻ്റെ ഈ അംഗം കണ്ടിട്ട് അവിടെ ഇരിക്കും. അവന് ചോറ് കൊടുക്കാൻ 2 മണിക്കൂറാണ്. ചെറിയ കുട്ടികൾക്ക് മാറിയാണ്. അപ്പോൾ തുണിയോടൊരു ബക്കറ്റ് തിരുമ്പി വെച്ചിട്ടുണ്ട്. അതൊന്നും തോരട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ വേഗം തോരയിടുകയാണ്. പിന്നെ എന്താ, ഇനി അടുക്കളയിൽ ഒരു വെച്ചുണ്ടാക്കൽ മാത്രമേ കണ്ടുള്ളൂ. തുടച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. ആകെ നേരം വൈകി ഇന്നത്തെ ദിവസം. മനസ്സിനൊരു സുഖമില്ലെങ്കിൽ എല്ലാ പണിയും അങ്ങനെ ചുറ്റിപ്പോവും. കുട്ടികളൊക്കെ 2 ആൾ സ്കൂളിൽ പോയിട്ടുണ്ട്. ഉണ്ണിമോളും കുഞ്ഞോളും സ്കൂളിൽ പോയി. അപ്പോൾ ഇവർ കിടന്നുറങ്ങണ്ടേക്കും അവനും കൂടി കിടന്നുറങ്ങുക. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് നല്ല തലകന്നുണ്ട്. അവന് അത് നല്ല ക്ഷീണം കൊണ്ട് ഉറങ്ങുക.
അപ്പോൾ അടുപ്പന്താറൊക്കെ ഒന്ന് ക്ലീനാക്കുക. പിന്നെ നിലം തുടയ്ക്കണതൊന്നും ഞാൻ കാണിക്കണില്ല, അതങ്ങോട്ട് ചടപടയിൽ തുടയ്ക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളും ഇത് വരുമ്പത്തിനും ഇത് തുടയും കൂളിയൊക്കെ കഴിച്ച് ചായക്ക് വെള്ളം വെക്കണേ, കാപ്പി ഉണ്ടാക്കുക വെച്ചിട്ടാ. അപ്പോൾ കാപ്പിയാ പാലൊക്കെ നിർത്തി, ഇനി പാല് കുടിച്ചിട്ട് ഇനി കപക്കെട്ട് വെന്നിച്ചിട്ട് പാല് കൂടി നിർത്തിയിട്ട്. അവന് എപ്പോഴും പാല് കുടിക്കണം. സ്കൂളിൽ പാല് കൊടുക്കുന്നുണ്ട്, അതും കുടിക്കും. ഇവിടെ വന്ന പാല് വേണം, അതും കുടിക്കും. അങ്ങനെ തുടക്കലൊക്കെ എൻ്റെ കഴിഞ്ഞു. ഇക്ക കുട്ടികളെ വിളിക്കാൻ വണ്ടി വരാറായിട്ടുണ്ട്, അപ്പം അങ്ങോട്ട് പോയിക്ക. അപ്പോൾ അവ ഉറങ്ങി നീച്ചപ്പോൾ കപ്പലണ്ടി വേണം പറഞ്ഞിട്ടാ. അപ്പോൾ ഇക്ക എന്നാൽ കപ്പലണ്ടി മേടിക്കാൻ ലേശം ബന്നും വാങ്ങാം, കട്ടൻ ചായ കുട്ടി കൊടുത്തു നോക്കി പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അവ ഉറങ്ങി നീച്ചിട്ട് അവിടെ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് ചായ കൊടുക്കണം, പണി ഉണ്ട്. ഇനി അത് കഴിക്കണം, പാത്രം കഴുകണം, ചായ കുടിച്ച പാത്രം കഴുകുക, അതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.